CPI സമ്മേളനം തുടരുകയാണ്. പക്ഷേ വിവാദങ്ങൾ കൊഴുത്ത് കയറുകയാണ്. ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന ജാതിയുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം തൃശ്ശൂരിൽ സമ്മേളനം ഉണ്ടായപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രശ്നമെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണല്ലോ തിരുവനന്തപുരത്ത് ഉയരുന്ന ആക്ഷേപം. കാരണം ജാതിക്കെതിരായി പോരാടുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അവസ്ഥയാണ് പുറത്തു വരുന്നത്. വളരെ രസകരമാണ്, അതേസമയം ചിന്തനീയവുമാണ് ഈ CPIക്കുള്ളിലെ പ്രശ്നങ്ങൾ. ശ്രീത് ചൂണ്ടിക്കാണിച്ചതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതാണ് വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കാണിച്ച് പാർട്ടിക്കുള്ളിൽ അത് ചർച്ച ചെയ്തത്. CPM ചില സഹായങ്ങളൊക്കെ ചെയ്തു എന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയും അതിനെതിരെ വലിയ വാളോങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ കാര്യങ്ങളാണ്. പോട്ടെ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് പാർട്ടിക്കുള്ളിൽ ഒരു കത്ത് പ്രചരിക്കുന്നുണ്ട്. അതായത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നാണ് പരാതി. പാർട്ടി കെട്ടിപ്പടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും വിയർപ്പൊഴുക്കിയതും ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, നേതാക്കളും പ്രവർത്തകരുമൊക്കെയാണ്. പക്ഷേ ആ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നാണ് ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാരും കയ്യെന്നിട്ട് പറയുന്നതല്ല. ഇപ്പോൾ പിന്നെ CPMകാരാണെങ്കിൽ പറയും മാധ്യമ സിൻഡിക്കേറ്റാണ്, അവർ ചില മാധ്യമ പ്രവർത്തകർ ഒത്തുചേർന്ന് CPMനെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് അവർ പൊതുവെ പറയുന്നത്. CPIക്കും അത്തരം അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. CPI ആണ് അത് കുറെ കൂടെ ഭംഗിയായി, എന്നാൽ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ അതൊക്കെ നടപ്പാക്കുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ പാർട്ടി കൗൺസിലിൽ 65 അംഗങ്ങളുണ്ട്. ആ കൗൺസിലിൽ ക്ഷണിതാക്കളടക്കം ജില്ലാ കൗൺസിലിൽ 65 അംഗങ്ങളുണ്ട്. അതിൽ 35 പേര് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ ഉയർന്ന സമുദായത്തിൽപ്പെട്ട ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അതുപോലെ തന്നെ നിർവാഹക സമിതിയുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജില്ലാ എക്സിക്യൂട്ടീവ്. അതിൽ 18-ൽ 11 പേരും ഈ പറഞ്ഞ വിഭാഗക്കാരാണ്. എന്നിട്ട് പിന്നെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഈഴവ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല. ഈ കൊടുത്തിരിക്കുന്ന മന്ത്രിമാരുടെ കാര്യത്തിലും അങ്ങനെ ഒരു ആക്ഷേപം മുമ്പ് ഉയർന്നതാണ്. ഈ ഈഴവ സമുദായത്തിനെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നതാണ്. ഇരിക്കട്ടെ, നമുക്ക് ആ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ പശ്ചാത്തലമല്ല. ഇപ്പോഴത്തെ പാർട്ടി സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനവും അതിന് തുടർന്ന് സംസ്ഥാന സമ്മേളനമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അത് മുൻനിർത്തിയാണ്, ഈ സമ്മേളനങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ളൊരു ചർച്ച വരുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ മറ്റൊരു അഭിപ്രായമുള്ളത്, ഇത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലഹമാണ്. ചില ആൾക്കാർ സ്ഥാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് ജാതിയുടെ പേര് പറഞ്ഞ്, അപ്പം അങ്ങനെയാണല്ലോ കഞ്ചാവ് കേസിൽ പിടിയിലായപ്പോൾ വേടം ചെയ്ത പണി എന്താ? അയ്യോ ഞാൻ പട്ടികജാതിക്കാരനാണ്, എന്നെ പീഡിപ്പിക്കുന്നേ. അത് മാത്രമല്ല, ഇന്നലെ യേശുദാസിനെ പൂരത്തെറിയാണ് വിനായകൻ. വിനായകൻ അറസ്റ്റ് ചെയ്താൽ അത് ജാതി. അതെ. ഇപ്പൊ മാത്രമല്ല, മറ്റേ ദിയ കൃഷ്ണകുമാറിന്റെ സംഭവം നമുക്കറിയാമല്ലോ. അവിടെയും ജാതിയും മതവും ഒക്കെയാണ് കടന്നു വന്നത്, അല്ലേ? അപ്പോൾ കുറ്റവാളികൾ അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് 40 ലക്ഷം രൂപയാണ് തട്ടിപ്പൊന്ന്. അവർ നേരത്തെ എനിക്കൊന്നും 60 ലക്ഷത്തിന്റെ ഒരു ഇതാണ്. ഇപ്പോൾ പ്രാഥമിക കണ്ടെത്തൽ 40 ലക്ഷമാണെന്ന്. അപ്പോൾ അവര് പറഞ്ഞത്, പരാതിക്കാർ പറഞ്ഞതിനകത്ത് വാസ്തവം ഉണ്ടെന്നല്ലേ? ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടാൽ ഉടനെ ജാതിയും മതവും പറഞ്ഞാൽ അത് കുറ്റകൃത്യത്തെ വെള്ളപൂശാനുള്ള അടവായി മാറിയിരിക്കുകയാണ്. ഇത് വലിയ അപകടം ചെയ്യും. ഇതിനാരാണ് ഉത്തരവാദി? ഈ രാഷ്ട്രീയ പാർട്ടികളാണ് പ്രധാനമായിട്ട് ഉത്തരവാദി. ഈ CPIയും CPMും പോലെയുള്ള പുരോഗമന പ്രസ്ഥാനം, കോൺഗ്രസിനെയും BJPയൊക്കെ കളയാം. കാരണം അവരൊക്കെ ജാതിയൊക്കെ പറഞ്ഞു തുടക്കം തൊട്ടേ അങ്ങനെയൊക്കെയാണ്. വേടൻ ഉൾപ്പെടെയുള്ളവർക്ക് ജാതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം നേതാക്കളെ ആക്കി മാറ്റണം, അല്ലേ? വേടനെ പോലുള്ളവരെ കൊണ്ടുവന്ന്, വിനായകനെയൊക്കെ പോലുള്ളവരെ കൊണ്ടുവന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആക്കണം. അതല്ലേ നല്ലത്, അതല്ലേ മാതൃക. തുടർന്ന് സമൂഹത്തെ നിങ്ങളെടുത്തോളൂ, ഞങ്ങൾ ചില പ്രസ്താവനകളുമായി രംഗത്ത് വരാം. അതെ, ഇവിടെ കോൺഗ്രസിനെയും BJPയെയും കുറിച്ചൊക്കെ തുടക്കം തൊട്ടേ ഉള്ള ആക്ഷേപം, അവർ സവർണ പാർട്ടിയാണ്, മുതലാളിത്തമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അവരെ മാറ്റി നിർത്താം. ഇപ്പം ഇവിടെ ഈ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ അപജയം, ഇത് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ കേരളത്തിൽ ഇത് വലിയ ചർച്ചയൊന്നും ആകുന്നില്ല.
കാരണം ഇവരിതൊക്കെ മറികടക്കാനും ഈ പാർട്ടിക്ക് ഉള്ളിലെ പ്രശ്നങ്ങൾ പുറത്തു വരാതിരിക്കാനും പുറത്തത് ചർച്ച ചെയ്യാതിരിക്കാനും ഒക്കെ അവർക്ക് വലിയ മിടുക്കുണ്ട്, അതിനെയൊക്കെ ഒളിച്ചു വെക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ജാതീയമായൊരു വേർതിരിവ് CPI എന്ന പാർട്ടിക്കുള്ളിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ പറയുന്ന നേതാക്കൾക്ക് ചിലർക്ക് സ്ഥാനം കിട്ടുന്നതാണ് അതിന് കാരണമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവമാണ് ജനങ്ങളെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുക. അതിപ്പോൾ പാർട്ടിക്കുള്ളിലും കയറി, പാർട്ടിക്കുള്ളിലും നേതാക്കളുടെ കാര്യത്തിലും അത് വന്ന് ഭവിച്ചു. കാരണം ഇത്ര കാലവും സമൂഹത്തെയാണ് ഇവർ ജാതി പറഞ്ഞ് ഭിന്നിപ്പിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ആ ഭിന്നിപ്പ് സമൂഹത്തിൽ നിന്ന് തിരിച്ച് പാർട്ടിയിലേക്കും കയറി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ചില തന്ത്രങ്ങളുണ്ട്. നമ്മുടെ മറ്റേ സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ, കുമാരപിള്ള സാർ പറയുന്ന പോലെ, അവരെ കൂട്ടത്തിൽ ഇപ്പോൾ പുതിയ കുറച്ച് കൊള്ളാവുന്ന ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വല്ല പീഡന കേസിലോ ഗർഭ കേസിലോ ഒക്കെ പെടുത്തുക. അങ്ങനെ ഈ ക്യാരക്ടർ അസാസിനേഷൻ, ഇതുപോലെയുള്ള തന്ത്രങ്ങൾ എല്ലാ കാലത്തും CPM-ഉം CPI-യും ഒക്കെ പയറ്റിയിരുന്നു. ഇന്നത് തിരിച്ചടിക്കുന്നു. ഇന്നത് പാർട്ടിക്കുള്ളിൽ നോക്കൂ. ഇപ്പോൾ CPM-നെ എടുത്താൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ശശി പാലക്കാട്, എന്താ ശശിയുടെ പ്രശ്നം? എന്താ, എങ്ങനെയാണ് ഈ എന്താ പറയണ്ടേ, തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം, ഈ വാക്കുകളൊക്കെ എങ്ങനെ കടന്നു വന്നു? നമുക്ക് പണ്ടിതെല്ലാം ഈ മറ്റുള്ളവരിൽ ആരോപിച്ചിരുന്ന കുറ്റങ്ങളൊക്കെ ഇവർ അന്ന് ആരോപിച്ചിരുന്നതാണ്. അത് അവർ ഒരുപക്ഷെ നിരപരാധികളായിരിക്കും. അങ്ങനെ ഒരുപാട് നിരപരാധികളുടെ ശാപം ഈ പാർട്ടിയുടെ തലയ്ക്ക് വന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ഉള്ളിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തീവ്രത കുറഞ്ഞ പീഡനവും തീവ്രത കൂടിയ പീഡനവും ഒക്കെ നടക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ CPI ഭയങ്കര CPI ഇനി എത്ര നാൾ കേരള രാഷ്ട്രീയത്തിൽ കാണുമെന്നൊരു സംശയമുണ്ടല്ലോ. ഇപ്പോൾ തന്നെ സമ്മേളനങ്ങൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. പല ബ്രാഞ്ച് കമ്മിറ്റികളിൽ പ്രവർത്തിക്കാൻ ആളില്ല, പല ബ്രാഞ്ച് കമ്മിറ്റികളും പിരിച്ചുവിട്ടതായി വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടി അവസാന ഘട്ടത്തിലും ജാതിയുമായി മുന്നോട്ട് പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അല്ല, ഈ ജാതിയുമായിട്ട് മുന്നോട്ട് പോയി അവർ ഒന്ന് പയറ്റി നോക്കുന്നതാണ്. ഈ ജാതി സ്പർദ്ധ ഉണ്ടാക്കി അതിനെ മുതലെടുക്കാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ ഇടതു മുന്നണി എന്ന് പറയുന്ന സംവിധാനം അധികം വൈകാതെ പൊളിയും. എനിക്ക് തോന്നുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കനത്ത തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് ലഭിക്കാൻ പോകുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ പറഞ്ഞതുപോലെ ഒരു ശക്തമായ UDF തരംഗം ആഞ്ഞ് കേരളത്തിൽ അടിച്ചാൽ അത് ഇടതുമുന്നണിയുടെ കടപുഴക്കും. പ്രത്യേകിച്ചും CPI വലിയ രീതിയിൽ തിരിച്ചടി നേരിടും. ഇപ്പോൾ തന്നെ അവരുടെ മന്ത്രിമാരെ എടുത്തു നോക്കൂ. ഈ മന്ത്രിമാരിൽ ആർക്കെങ്കിലും ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? കൃഷിമന്ത്രി വലിയ പരാജയമാണെന്നാണ് പറയുന്നത്. ഭക്ഷ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ അവരുടെ സമ്മേളനത്തിൽ തന്നെ ഉയർന്ന ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. മാവേലി സ്റ്റോർ പൂച്ചയുടെ പ്രസവമുറി ആയിരിക്കുന്നു എന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. നമ്മളാരും അല്ല പറഞ്ഞത്, മാധ്യമങ്ങളൊന്നും അല്ല പറഞ്ഞത്, അവർ തന്നെ പറഞ്ഞതാണ്. വിമർശനം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു എന്ന്. അപ്പോൾ സിവിൽ സപ്ലൈസ് ഒരു സാധനവും ഇല്ല. കാരണം കൊടുക്കാൻ സർക്കാരിൻ്റെ കാശില്ല. 1000 കോടിക്ക് മേളിലാണ് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്തവർക്ക് കൊടുക്കാനുള്ളത്, കമ്പനികൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ സിവിൽ സപ്ലൈസും കൃഷിമന്ത്രി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നമുക്കറിയാഞ്ഞിട്ടാണ് കർഷകർക്ക് അവരുടെ നെല്ല് വാങ്ങിയത് ഇനത്തിൽ സർക്കാർ വലിയ തുക കൊടുക്കാനുണ്ട്. ഈ ബാങ്കുമായിട്ടിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് ലോണായിട്ട് കൊടുക്കുന്നു. ഈ ലോൺ പലിശ അടക്കം സർക്കാർ അടയ്ക്കും എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷെ അതുപോലും നടക്കാതെ സിവിൽ സ്കോറിൽ വീഴ്ച പറ്റിയിട്ട് കർഷകർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതിന് ആരുത്തരം പറയും? ഈ കൃഷിമന്ത്രിക്ക് എന്താ പണി? അപ്പോൾ അങ്ങനെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ ഇവർക്കെതിരെ ആക്ഷേപങ്ങളുണ്ട്. അതിന് ഈ പുട്ടിന് പീര ചേർക്കുന്നത് പോലെയാണ് ഈ ജാതി കാർഡും കൂടെ ഇറക്കിയിരിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ജാതി കാർഡൂടെ ഇറക്കി ഇങ്ങനെ ചിലരെ പുറത്താക്കി അല്ലെങ്കിൽ അവരെ ഒതുക്കി മറ്റു ചിലർക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു സൂത്രവും ഇതിനകത്തുണ്ട്. അതില്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇടതുമുന്നണിയുടെ തകർച്ച ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് CPI ആയിരിക്കും. CPIയുടെ സംസ്ഥാന സമ്മേളനം
എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നേതൃത്വം ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തോട് അത് കാനം രാജേന്ദ്രൻ ഇരുന്നപ്പോൾ അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. കാനത്തിന് വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും തഞ്ചത്തിൽ സംസാരിച്ചും നയപരമായിട്ട് കാര്യങ്ങൾ ചെയ്തുമൊക്കെ പാർട്ടി ഈ പറഞ്ഞ പോലെ നേതാക്കളെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. പക്ഷേ ബിനോയ് വിശ്വത്തിന് അതൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതൊരു പച്ച പരമാർത്ഥമാണ്. ഈ പറയുന്ന പോലെ വിമർശനങ്ങൾ, അദ്ദേഹത്തിന് നേരെ വരുന്ന വിമർശനങ്ങളെ അല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാനല്ലാതെ തന്ത്രപരമായിട്ട് അതിനെ നേരിടാനുള്ള കഴിവ് ബിനോയ് വിശ്വത്തിനില്ല എന്ന് വ്യക്തമാണ്. അത് വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വലിയ പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും. ഇടതുമുന്നണിയുടെ തകർച്ച കൂടെ ഉണ്ടായാൽ, ഭരണം പോയി ഇടതുമുന്നണി തകർന്നാൽ അത് CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും. അവർക്ക് എത്ര മുന്നോട്ട് പോകാൻ അതിനുശേഷം സാധിക്കും. ഒരു പക്ഷേ CPIയുടെ മുന്നണി മാറ്റം പോലും പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിക്കുന്നുണ്ട്. അവർ UDFിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട് എന്ന് പോലും ഉള്ള വിലയിരുത്തലുകൾ ഉയർന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.